പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ച സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം തിരുനാൾ ആഘോഷിക്കുന്ന സ്നാപക തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സുവിശേഷ വായനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്കുകളാണ്. സ്നാപക യോഹന്നാനെ ഹെറോദസിൻ്റെ കൽപ്പനപ്രകാരം കഴുത്തു വെട്ടിക്കൊല്ലുന്ന സംഭവമാണ്. എന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. 20-ാമത്തെ വാക്യം. യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. അവൻ്റെ വാക്കുകൾ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും പറയുന്നതിൽ സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. സാഹചര്യം ഇതാണ്. സ്നാപക യോഹന്നാൻ ഹെറോദേസ് അന്തിപ്പാസിന് എതിരെ നടത്തുന്ന ആരോപണമാണ്. ഹെറോദേസ് അന്തിപ്പാസ് വലിയ ഹെറോദേസിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ടായിരുന്നു. അയാൾ റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ച് തൻ്റെ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യ ഹെറോദിയായി പരിചയപ്പെട്ടു. അവളെ വിവാഹം കഴിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഭാര്യയെ ഉപേക്ഷിച്ച് പോയി. അപ്പം സഹോദരൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ചുകൊണ്ട് ഹെറോദസ് അന്തിപ്പാസ് തിരിച്ചു വരുമ്പോഴാണ് സ്നാപക യോഹന്നാൻ അയാളെ നേരിടുക. നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ സ്വീകരിക്കുന്നത് ശരിയല്ല, അവളെ തിരിച്ചുടയ്ക്കണം. അത് ഹെറോദിയായിക്ക് അനിഷ്ടമായി. ഹെറോദിയെ എങ്ങനെയെങ്കിലും സ്നാപകനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. കാരാഗൃഹത്തിലാക്കി. അവസാനം നമുക്കറിയാം സാഹചര്യമുണ്ടായി. സലോമിയുടെ ഹെറോദസിൻ്റെ ജനനത്തിരുനാളിൽ ഹെറോദിയയുടെ മകൾ നൃത്തം ചെയ്തു. സംഭവം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഹെറോദിയെ ആവശ്യപ്പെട്ടാണ് ഹെറോദേസ് സ്നാപകനെ വധിച്ചത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നാപകൻ്റെ വാക്കുകൾ ഹെറോദേസിനെ അസ്വസ്ഥനാക്കിയിരുന്നു. പക്ഷേ ആ അസ്വസ്ഥതയായെങ്കിലും അയാൾ മനസ്സിലാൻ തയ്യാറായില്ല. ദൈവത്തിൻ്റെ വചനം അസ്വസ്ഥപ്പെടുത്തിയത് മാത്രമായില്ല, ദൈവത്തിൻ്റെ വചനം ഉണ്ടാക്കുന്ന അസ്വസ്ഥത മാനസാന്തരത്തിലേക്ക് നയിക്കണം, ജീവിത നവീകരണത്തിലേക്ക് നയിക്കണം. അതിനേക്കാൾ പ്രധാനമാണ് സ്നാപകൻ അറിയാമായിരുന്നു ഈ പറയുന്ന അപകടമാണ്. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് തല പോകുന്ന കാര്യമാണെന്നറിയാം. അധികാരികളെ ചോദ്യം ചെയ്യുന്നത്, പ്രത്യേകിച്ചും അധർമ്മത്തിൻ്റെ പേരിൽ ആധിപത്യമുള്ളവരെ ചോദ്യം ചെയ്യുന്നത് അപകടകരമാണ്. അപ്പോൾ എന്നും ആ അപകടമുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിൽ വാളുപോലെയാണ്. പക്ഷേ അത് പ്രഘോഷിക്കുന്നതിൻ്റെ തലയെറുക്കാനും പര്യാപ്തമാണെന്ന് ഓർക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ മായം ചേർക്കാതെ പറയുമ്പോൾ അപകടമുണ്ടാകും, തല പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വചനം പ്രഘോഷിക്കാൻ. എല്ലായിടത്തും സത്യമാണ്. നിലനിൽക്കുന്ന അക്രമത്തെ, അനീതിയെ ദൈവനാമത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ അത് എല്ലാ തരത്തിലും പ്രകടമാകാം. സമൂഹത്തിലാകാം, രാഷ്ട്രീയത്തിലാവാം, മതാത്മക തലത്തിൽ പോലും അപകടമുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ വിശ്വസ്തയോടെ പ്രഘോഷിക്കണം. സ്നാപകൻ ചെയ്തതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള വില കൊടുക്കാൻ തയ്യാറാണ്. തല പോയാലും വചനം മായം ചേർക്കാതെ വിശ്വസ്തയോടെ പ്രഘോഷിക്കണം. അതിന് സ്നാപകൻ്റെ മാതൃക നമുക്കൊരു ഉദാഹരണമാകട്ടെ, പ്രചോദനമാകട്ടെ. നടക്ക